ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 1:64 സ്കെയിലിൻ്റെ പുതിയ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ പേരെന്താണെന്നറിയോ? ഇനോ64. ആ ഇനോ64 തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, 1:64 സ്കെയിലായിരിക്കും ഇതിൻ്റെ കാസൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 3-4 മോഡൽസ് ഇപ്പോൾ നിലവിലുണ്ട്. ഇതിന് മുമ്പ് 2-3 മോഡൽസ് വേറെ വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ റീസെൻ്റ്ലി നമ്മളുടെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാറുണ്ട്, നിസാൻ്റെ GT-R R34. അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഇങ്ങനൊരു പാക്കിങ്ങിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ മേളിലെ പാക്കിങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടാവും. അതും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോക്സിലാണ്. ഇത് സൂപ്പർ പ്രീമിയമാണ്. അത്യാവശ്യം 1:64 സ്കെയിലിൻ്റെ അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്കിത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ കാണുന്നതാണ് ഇതിൻ്റെ അലോയ്സൊക്കെ. നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് അലോയ്സിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ. അതുപോലെ തന്നെ മേളിൽ ഒരു ചെറിയ ആൻറ്റിന, സ്പോയിലർ കാർബൺ ഫൈബർ ടൈപ്പ് അവരാക്കാൻ വേണ്ടി ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കണ്ടോ. പിന്നെ മിറേഴ്സ്, ബോണറ്റിലെ പെയിൻറ്റിങ് ഒക്കെ കണ്ട. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, കാരണം അതാണ് ഇനോ64ൻ്റെ പ്രൈസിങ്ങും കമ്പാരിറ്റീവ്ലി മറ്റുള്ള 164 ആയിട്ട് കുറച്ച് കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിലിംഗ് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങൾ നോക്കിയേ, എൻറ്റയർലി ഹൈ ഡീറ്റെയിൽഡാണ്. പിന്നെ ഫ്രണ്ട് ആണെങ്കിലും ഹെഡ്ലൈറ്റും പിന്നെ GT-R എന്ന് ഗ്രില്ലിൻ്റെ ഉള്ളിൽ എഴുതി വന്ന സ്ഥലങ്ങളൊക്കെ നോക്കി ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡാണ്. പിന്നെ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവർ നിസാൻ GT-R നോക്കി, നിസാൻ സ്കൈലൈൻ GT-R R34 V സ്പെക്കാണ്, ട്യൂൺഡ് ബൈ നയൻസ്. അപ്പോൾ അവരുടെ സെയിം ട്യൂൺ ചെയ്ത വണ്ടി, സെയിം കളറ്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ പഴയ നിസാൻ സ്കൈലൈൻ തന്നെ R33 നോക്കി നിങ്ങൾ. ഇതൊരു പോലീസ് എഡിഷനാണ്. അത്യാവശ്യം ഇതിൻ്റെ ഡീറ്റെയിലിങ് നിങ്ങൾ നോക്കിയോ. ഞാൻ പയ്യെ നിങ്ങളെ കാണിച്ചു തരാം. പെയിൻറ്റ് ജോബൊക്കെ കണ്ട നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റ് ജോബ്, റൈറ്റിങ്സൊക്കെ കണ്ട. ഇനോ64ൻ്റെ പ്രത്യേകത അതാണ്. ഇത് R33 ആണ്, ഇത് R34. പിന്നെ റേഞ്ച് റോവറിൻ്റെ തന്നെ ക്ലാസിക് പഴയ ടൈപ്പ് വിൻറ്റേജ് കളക്ഷനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ മലയാളം ചാർലി മൂവിയിൽ ദുൽഖർ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി നിങ്ങൾ, ഹെഡ്ലൈറ്റൊക്കെ. പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കിയേ, ക്രീം കളറിൽ ഇൻറ്റീരിയേഴ്സാണ്. ടയേഴ്സ് നോക്കിയേ, ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് ഇനോ64. ബ്രാൻഡിങ് ഒരു പ്രത്യേക ഘടകമാണ്. പിന്നെ ഇതിൻ്റെ മഡ് ഫ്ലാപ്പ് ഉണ്ടെങ്കിൽ മഡ് ഫ്ലാപ്പൊക്കെ നമ്പർ പ്രത്യേകിച്ചൊന്നും പറയണ്ട, അത്ര നല്ല ഡീറ്റെയിൽഡാണ്. പിന്നെ ക്രിസ്മസിന് നമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ള ക്രിസ്മസ് എഡിഷൻ R35. ഇതാണ് നമ്മളുടെ ക്രിസ്മസ് സീരീസ് ആയിട്ടുള്ള R35. ഇത് നോക്കി നിങ്ങൾ, ക്രിസ്മസിൻ്റെ മൊത്തം ഒരു ക്രിസ്മസ് തീമാണ് ഇതിന്. നോക്കി അടിപൊളിയായിട്ടില്ലേ. ആ ഒരു നിങ്ങളൊക്കെ പെയിൻറ്റ് ജോബിലാണ് രക്ഷയില്ലാത്തത്. പെയിൻറ്റ് ജോബ് വേണ്ട, മേരി ക്രിസ്മസ് 2024 എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2399 ആണ്. അത് നമ്മളുടെ ഓഫർ പ്രൈസാണ് കേട്ടോ. പിന്നെ നമ്മളുടെ റേഞ്ച് റോവറിന് വരുന്ന പ്രൈസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്താൽ മതി. 2199 ആണ് നമ്മുടെ റേഞ്ച് റോവറിന് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു പോലീസ് എഡിഷൻ R33 വരുന്ന പ്രൈസ് എത്രയെന്ന് വെച്ചാൽ ഇതും 2199 തന്നെയാണ്. പിന്നെ മോസ്റ്റ് ഫേവററ്റ് R34 വരുന്നത് 2199 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇനോ64ൻ്റെ സ്കെയിൽ മോഡൽസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് വളരെ റീസെൻ്റ്ലി വന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോസിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോഴ്സ് കൊച്ചിയിൽ വരുന്നത്. ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ട സ്ഥലം എവിടെയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്ക്വയർ, അതുപോലെ ഒബ്രോൺ മോളിൽ നമുക്ക് സ്റ്റോറുണ്ട്. പിന്നെ പേട്ട, തൃപ്പൂണിത്തറ, മെട്രോ പില്ലർ നമ്പർ 965 ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കാറ്റലോഗിനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് എടുക്കാൻ ആരും മറക്കല്ലേ. അപ്പോൾ ശരി ഗൈസ്, ബൈ.